ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് നമ്മളെ SLC കുട്ടികളെ റിസൾട്ട് വന്ന ദിവസം അല്ലേ. അപ്പൊ നമ്മളെല്ലാരും റിസൾട്ടും ഇപ്പൊ അറിഞ്ഞിരിക്കുന്ന സമയം കേട്ടോ. ആൾക്കാർ നമ്മളോട് വാട്സപ്പിൽ ചെയ്യുന്നുണ്ട്. അതെ, എല്ലാവർക്കും കൂടുതലും ഫുള്ള് മാർക്കുള്ള കുട്ടികളാണല്ലോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കൾക്കും വിജയാശംസകൾ അല്ലേ അമ്മ? എല്ലാവർക്കും ആശംസ. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ലിസ്റ്റ് അയച്ചു തരുന്നുണ്ട്, അപ്പൊ സ്റ്റാറ്റസ് വയ്ക്കുന്നുണ്ട്, എല്ലാവർക്കും ആശംസ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ SLC എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയല്ലേ, നമ്മൾ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. അതൊന്നും മറക്കാൻ പറ്റൂല. എന്നാലും പണ്ടത്തെ അത്ര ഇങ്ങോട്ട് വേവലാതിയൊന്നും ഇല്ല തോന്നുന്നില്ല ഇപ്പൊ. കാരണം ഇപ്പൊ കൂടുതലും കുട്ടികളും ഫുള്ള് മാർക്ക് വാങ്ങണ മക്കളാണ്. അപ്പൊ ആദ്യത്തെ പോലെ അല്ലല്ലോ. അത് പിന്നെ ആദ്യം രാവിലെ തന്നെ റിസൾട്ട് വരും, അതറിയാനുള്ളൊരു ബേജാറ് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അപ്പൊ ഇപ്പോഴും ഇല്ലെന്നല്ല പറയണത്, പക്ഷെ എന്നാലും വേറെ കുട്ടികൾ ട്യൂഷനും അങ്ങനെയൊക്കെ പോയി പഠിച്ച് മാർക്ക് വാങ്ങി നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. നമ്മളെ കുടുംബത്തിലുണ്ട് കുറെ കുട്ടികൾ ഇത് SLC എഴുതിയിട്ടോ. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പിന്നെ എന്താ പറയാ, അമ്മയ്ക്ക് അസുഖം കുറവുണ്ട്. എന്നാലും ഇനിയിപ്പോ ചൂട് കഴിഞ്ഞ് മഴ പെയ്യാതെ ഇന്നിപ്പോ ശരിയാവലുണ്ടാവില്ല, കിടക്കന്നെയായിരുന്നു. ഇപ്പൊ ആദ്യത്തെ പോലെ ഇങ്ങനെ നീച്ച് നടക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ഇന്നിപ്പം ഫുൾ ടൈം പറഞ്ഞ പോലെ കുറെ കടന്നിട്ടുണ്ട്. എൻ്റെതും പല്ലിൻ്റെത് ശരിക്കും മാറിയിട്ടില്ല. ഈ ഭാഗത്ത് വേദനയാണ്, പഴുപ്പ് മാറിയിട്ടില്ല, മരുന്നുണ്ട്. പിന്നെ ഇപ്പൊ പല്ല് ഡോക്ടർ അല്ലല്ലോ കാണിച്ചത്, അതുകൊണ്ട് ഇനി പല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറയാറില്ല, പല്ല് ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇതുവരെ വായന്നൊറ്റപ്പല്ലും പോയില്ല, ഇനി ഒന്ന് എടുക്കേണ്ടി വരും. പിന്നെ അപ്പൂസിനെ സ്വാഗതം പറയാനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൂസിനെ കളിയാ, രാവിലെ കളിയാ. ഇന്ന് മാത്രല്ല എന്നങ്ങനെ തന്നെയാണ്. ഇന്ന് തീരെ പറഞ്ഞിട്ടില്ല. ഒന്നാമത് നമ്മള് പറഞ്ഞില്ലേ, ചെറിയച്ഛന്റെ മകള് കുട്ടികളും വിരുന്ന് വന്നിട്ടേ ഓലപ്പം തന്നെയാണ്. അപ്പൊ ഓനാരും ഒറ്റയ്ക്കല്ലേ ഞാന്. അപ്പൊ കളിക്കാൻ കിട്ടണ അവസരമൊക്കെ അങ്ങനെ മുതലാക്കാണ്. മറ്റേ കൂടെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കളിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. കളിക്കാൻ ആളുണ്ടായിരിക്കും, സമാധാനായിട്ട് പോകും. എന്താ കാക്ക സ്വൈര്യം തരുന്നില്ലല്ലോ, പറഞ്ഞതിനൊപ്പത്തിനൊപ്പം കരിയാണ്. കാക്കേനോട് പറയാ, കാക്ക 9A+ ഒരു ഏരിയാണ്. നമ്മളെ കുട്ടിക്ക് ഏട്ടന്റെ മോക്ക് 9A+ പിന്നെ ഉണ്ട് നമ്മളെ മോൾട്ടി നമുക്ക് അറിയണ്ടാവും. ഓളെ കുട്ടിക്കും ഫുൾ A+. ആദിത്യൻ. അപ്പൊ അതാ പറഞ്ഞത്, നമ്മളെ ബന്ധത്തിലും ഇപ്പൊ അല്ലാതെ അടുത്തുള്ള എല്ലാരും എല്ലാം കുട്ടികളെ റിസൾട്ട് പറഞ്ഞു കണ്ട് ഇപ്പൊ A+ ഒക്കെ കൊണ്ടിരിക്കണേ, ഉള്ളൊന്നും ഇല്ലെങ്കിലും അതന്നെ കുഴപ്പമില്ല. സന്തോഷം. അപ്പൊ ഒന്നെന്താ സ്പെഷ്യല്? ഇന്നിപ്പോ രണ്ടാക്കും വലിയ സുഖമൊന്നും ഇല്ലാത്തല്ലേ, എന്നാലും ഇന്നലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ സന്തോഷിച്ചു. രാത്രിക്കൊക്കെ ബിരിയാണി അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ കയറേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ ബിരിയാണി ഒന്നുമില്ല, കുട്ടികളൊക്കെ പോയി. നമ്മള് സാധാ ചോറും കറിയൊന്നും. ഇന്നലെ മീൻ വാങ്ങിയത് കാരണം ഉച്ചയ്ക്ക് മീൻ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി 4 മണി ചായക്ക് എന്തെങ്കിലും ഒന്ന് കടി ഉണ്ടാക്കണം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമ്മ അറിയാം നമുക്ക് കലത്തപ്പം ഉണ്ടാക്കുകയെന്ന്. കലത്തപ്പം പറഞ്ഞാൽ കുറച്ച് അരിമാവ് അരച്ച് വെച്ചതുണ്ടായിരുന്നു. സാധാ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചത് കേട്ടോ. പിന്നെ അത് കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കലത്തപ്പം ഉണ്ടാക്കണേ. നമ്മൾ ഉണ്ടെങ്കിൽ ഒന്ന് ചായക്ക് ഇങ്ങനെ കടിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങളോട് നമ്മളെ ഈ വിശേഷങ്ങളൊക്കെ അറിയിച്ചാല് പിന്നെ ഒരു സമാധാനാണ്. ഒരു ദിവസം വിശേഷം എടുക്കാതെ പിന്നെ അതൊരു ഇടങ്ങേറാവും. എന്തേലും ഒന്ന് കാണിച്ചാൽ മതിയെന്ന് വിചാരിക്കും. എന്തായാലും നമുക്ക് എന്തേലും ഉണ്ടാക്കണ്ടേ, അങ്ങനെ കേട്ടോ. അപ്പൊ ഞങ്ങള് കലത്തപ്പം ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളെ പുറത്തടുക്കളയിൽ ഉണ്ടാക്കാൻ പറ്റൂല, ഇതിന്റെ അടുപ്പും കല്ലൊക്കെ പൊളിഞ്ഞടി. ഇനി മഴ ആയതുകൊണ്ട് നമുക്ക് തീരെ പറ്റൂല. ഇന്ന് ഇടിയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മഴ ചെയ്തിട്ട് ആകെ ഇടങ്ങാറാവുന്നു. ഇന്ന് മഴ പെയ്യുന്നു പറഞ്ഞ ശരിയായില്ല. ഇന്നത്തെയൊക്കെ ചൂട് അല്ല പെയ്തില്ല പറയണ്ട, രാത്രി പെയ്താലും മതി.
പക്ഷെ ഇവിടെയൊക്കെ എന്താണെന്നറിയോ, ഇവിടെ നമുക്ക് ഈ മാസത്തിലാണ് നമ്മളെ ലോക എന്നല്ല നമ്മളിവിടെ പ്രസിദ്ധമായ ശാസ്താംകോട്ടോളം താലപ്പൊലിട്ടാ വരുന്നത്. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഈ ഒരു താലപ്പൊലി പ്രമാണിച്ചാണ് ഈ മഴ പെയ്യ. ഒന്നതില് അത് താലപ്പൊലിന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങനെ മിക്കവാറും 15-ാം തീയതി ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ മഴ വരിക. എല്ലാരും പറയും അത് താലപ്പൊലിക്കുള്ള മഴയാണ്, ഞങ്ങൾ പറയലുണ്ട്. അത് അതുപോലെ തന്നെയാണ് ഉണ്ടാവല്. എന്ന പോലെ താലപ്പൊലിക്ക് കാത്തിക്കണാവ മഴ. അപ്പൊ കടി ഉണ്ടാക്കാൻ പോകട്ടോ. അമ്മ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ആരും കണ്ടില്ല. ശർക്കര ഒരുക്കിയിട്ട് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. പുതിയ ചട്ടി എടുക്കണേ. അപ്പൊ പ്രഭേച്ചിന്റെ ചട്ടിയിലാണ് ഉണ്ടാക്കണ. അമ്മ അറിയാം നമുക്ക് ആ ചട്ടിയിട്ട് ഉണ്ടാക്കുക, അതിങ്ങനെ എടുത്ത് വെക്കല്ലേ ഉപയോഗിക്കാതെ. അപ്പൊ ആ ചട്ടിയിൽ നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് കലത്തപ്പം ഉണ്ടാക്കാം കേട്ടോ. ആ പെട്ടിയില് നമ്മളെ പുതിയ പെട്ടിയ ചട്ടിയോ വെള്ള പെട്ടിയിലത്തെ ചട്ടിയില് പുതിയ പെട്ടിയിൽ ഇട്ട ചട്ടിയില് കലത്തപ്പം ഉണ്ടാക്കാൻ പോട്ടോ. ചട്ടിയിൽ കാണണല്ലേ പ്രവേശിയെ ഉദ്ഘാടനത്തിനുണ്ടെങ്കിൽ വന്നോളി. ചട്ടി ഉദ്ഘാടിക്കണെന്ന്. ഇപ്പൊ മാവ് എങ്ങനെ കലക്കി പറഞ്ഞ അമ്മ, ഈ മാവ് എങ്ങനെ കലക്കിയത്? ശർക്കര ഉരുക്കിയിട്ട് അരിമാവും ഇത് നമ്മള് കലത്തപ്പം ഉണ്ടാക്കണ ഇതിപ്പോ പെട്ടെന്ന് ഉണ്ടായതാട്ടോ. കാരണം എന്താ വെച്ചാല് ഇതിക്ക് നാളികേര കൊത്തും കൂടി ഇട്ട് കൊടുക്കണേന്നു. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയാൽ കിട്ടും. അപ്പൊ ഇനി പെട്ടെന്നാണ്, ഇനിയിപ്പൊ ഞാൻ നാളികേരത്തിന് പോണ്ട വിചാരിച്ചിട്ടാണ്. അതില് കൊത്തും കൂടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മളെ സ്വിച്ചിന് ചെറിയ പ്രശ്നം പറ്റിയില്ല. കുട്ടികളെടുത്ത് കളിച്ചു യൂസഫ് കാരണം തന്നെ ചീത്ത പറയും. നിങ്ങളെ കയ്യിൽ കിട്ടിയപ്പോഴെങ്കിലും കേടുന്നില്ല. അല്ല, അത് നമ്മള് ഈ വീഡിയോ ഒക്കെ അമർത്തണ സ്വിച്ചിന് ചെറിയ എന്തോ വിഷയമുണ്ട്. കുഴപ്പമില്ല. തന്നെ ആൾക്ക് സംശയം. കാരണം നിങ്ങൾ കിട്ടിയപ്പോ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലേ? സ്റ്റിക്ക് ഉഷാറാട്ടെ നമ്മളെ. കാരണം എങ്ങനെ ആക്കിയാലും ബ്ലറാവൂല. പിന്നെ ക്യാമറ നമുക്ക് നല്ലത് വാങ്ങിയാലിഞ്ഞ് കുറച്ച് കഴിയട്ടെ. അടിപൊളി ഫോണാ. അമ്മ എന്താ പറഞ്ഞേ? ലാസ്റ്റ് ആവും ചെലപ്പോ. എന്റെ ഉള്ളിലാണ്. അതാണ് പെട്ടി പൊട്ടിച്ചിട്ടില്ലേ. അന്ന് കിട്ടിയ പോലെ പെട്ടി അടച്ചു വെച്ചതാ. പുതിയ ചട്ടിയിലാണ്. ക്ലിപ്പ് കാണാല ക്ലിപ്പ് പെട്ടി നട്ടി ഇവിടെ ഉണ്ടിട്ടഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോ പായാവും ക്ലിപ്പിന്. കിട്ടിയോ? ഇല്ലേ ചട്ടി? അതെന്താ? കുരുമുളക് നോക്കട്ടെ. എന്റെ കയ്യിൽ കണ്ട ഫുള്ള് ചിക്കൻ ഇടും. കാണാതെ എടുത്ത് വെച്ചതാവും. അതൊന്നല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുത്ത് വെച്ചോ. നോട്ടെ നോട്ടെ. എന്താണ് ഇതിലാ ചുടുന്നത്? ഒന്നത് ഇതിലാണ് നമ്മള് കലത്തപ്പം ഉണ്ടാക്കുന്നുട്ടോ. പുതിയ ചട്ടിയില് ഈ സാധനം എടുത്തിട്ടുണ്ടേ? അതറിയില്ല. അത് എടുത്തിടേണ്ടി വരും. അല്ല അങ്ങനെ അമ്മ അത് എടുത്തിടണ്ടേ? സ്റ്റിക്കർ അതെടുത്തിടാതെ എങ്ങനെ? അതിൽ ഓയിൽ വേണ്ടതില് ആക്കണം അമ്മ. കുറച്ച് നെയ്യ് ഇതിന് മുകളിലേക്കാക്കണം. ഇതൊന്ന് കഴുകി കൊണ്ടിട്ടോ. പുതിയ പാത്രം അല്ലേ? പുതിയ പാത്രം ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാണ്. ആദ്യം ഇത് കഴുകി കൊണ്ടിട്ടോ. നല്ല ചൂടാണ്. നമ്മളീ ക്യാമറ നമുക്ക് ഈ സെൽഫി സ്റ്റിക്ക് പഠിക്കാത്തോണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിലേ പോണത് അറിയണില്ല. സ്റ്റിക്കേ ഇതിലേ പോണത് അറിയണില്ല. ഇപ്പൊ നമ്മുടെ ഗൾഫിലെ ദിബീഷ് ഈ കോയിനെ കൊറേ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ എന്താ കാണാത്താണ്? എന്താ പറയണ്ട് ദിബീഷിനോട്? പുതിയ ചട്ടി കൊണ്ട്
അമ്മ എവിടെ? അമ്മ അത് കഴിക്കാനെ വെക്കുക. ചൂടാക്കിയേന് ചട്ടി? ഇല്ല, ചൂടാവണുള്ളൂ. എണ്ണ അതാ ഓയില് അല്ല ഇതാക്കി കൊടുത്ത നെയ്യ്. നെയ്യിലോ? ഇവിടെ ഭയങ്കര ചോണന്മാരെ പ്രശ്നം കേട്ടോ. കോട്ടരമുണ്ട്, ഇഷ്ടംപോലെ കോട്ടരമുണ്ടല്ലേ നമുക്ക്. കോട്ടരമ രാത്രിക്കാര്, പകല് ഉറുമ്പ്, ചോണനുറുമ്പ് രണ്ടും എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നമുക്ക് ഉച്ചക്കുള്ള? എന്താ അത് ഇത് നമ്മള് രാവിലത്തെ ദോശയാണ്. ദോശ, കലക്ക് ദോശ, കലക്കിയ ദോശ, അതേപോലെ കടലക്കറി രാവിലത്തെ. അപ്പൊ രാത്രിക്ക് ഉണ്ട് കേട്ടോ, കറി ഉണ്ട്, ദോശയുണ്ട്, ചോറ് വേണ്ടവർക്ക് ചോറുണ്ട്, മീനുണ്ട്. പിന്നെന്താ? അത് എല്ലാം കൂടി അതിലോട്ട് ഇട്ടാണ്. ഒന്ന് വത്തല്, ഒന്ന് കൂന്തള്. നമ്മള് വലിയ ടീമാണ്, 2 തരം മീനൊക്കെ കൂട്ടുള്ളൂ. വത്തലന്നത്തെ ഒരാഴ്ച വന്നത്തെ. അപ്പൊ നമ്മള് നെയ്യ് വെച്ച് പുതിയ ചട്ടിയില്. അമ്മ നല്ല കട്ടിയിൽ ഒഴിക്കണോ? ഇപ്പൊ അത്യാവശ്യം കട്ടിയിലാണ് നമ്മളെ കലത്തപ്പം. കട്ടിത്തലുണ്ടാവുക. അപ്പൊ ഈ കട്ടി പോരല്ലേ ഞാൻ ഒഴിച്ച? മുറിച്ചെടുക്കണം. അപ്പൊ ഒറ്റ ഒന്ന് മതി ചേച്ചി, ഒന്ന് മതിയല്ലോ. അപ്പൊ അത്ര ചട്ടിയില് കൊള്ളുമ്മ. ഇനി വരല്ല, അറ്റടിക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ കുക്കിംഗ് കാണിക്കാനല്ല, കാരണം ഒറ്റ പ്രാവശ്യം എളുപ്പമാണ്. എന്താ ചെയ്യണ്ടേ? അടച്ചൊക്കെ അതിന് പാത്രല്ല. അപ്പൊ ഇത്രയും വലിയ പാത്രല്ല, ചെറിയ തീയതി അവിടെ കിടക്കട്ടെ കേട്ടോ. ചട്ടകൊക്കെ മറിച്ചിടാനുള്ള ചട്ടകൊക്കെ റെഡി ആക്കട്ടെ. ഇതുകൊണ്ട് നമുക്ക് മറിച്ച് ഇടണം. ഇപ്പൊ ഇവിടെ തന്നെ നിക്കട്ടെ, അതൊക്കെ കരിയും. അത് കൂടുതൽ പെട്ടെന്ന് ആവാനല്ലേ? പെട്ടെന്നല്ലേ സംഭവം പെട്ടെന്നാവൂലേ? അപ്പൊ കുറച്ചു നേരം നമുക്ക് വെയിറ്റിംഗ് ആണ്. കേട്ടോ. ഇതായിട്ട് നമുക്ക് കട്ട ചായ ഉണ്ടാക്കാം. ആരാ വിളിക്കണേ? എടുത്തേമല്ലേ? എന്റെ ഇടയിൽ കൂടെ നമുക്ക് കോളൊന്ന് എടുത്തേ മതി. എന്താ റിസൾട്ട്? ലിസ്റ്റ് അയച്ചല്ല, ലിസ്റ്റ് അയച്ചു തരാന്ന്. നമ്മളെ ചട്ടിയില് സൂപ്പർ ആയിട്ട് കിട്ടിണ്ട് കേട്ടോ. ഞാൻ എറിയാൻ പോകാണ്, മാറിന്നോളി. കുപ്പായിട്ടിട്ടില്ല കേട്ടോ, മാറിക്കോളിട്ടോ. എന്തിനാ അറിയണേ? ഇതാണ് എറിയല്. നമുക്ക് നിശ്ചലായിട്ടാണ്, നിശ്ചലായിട്ടാണ് എന്ത് ചട്ടി നല്ല രസമുണ്ടല്ലേ? ചട്ടിക്ക് പക്ഷെ നമ്മളെ അടുപ്പൊക്കെ വൃത്തിയില്ലാത്തോളൂ. അത് കണ്ടോളി, നമ്മള് പുതിയ വീട്ടിലേ സെറ്റ് ആവും. നല്ല അടുക്കളയും നല്ല ഇത് തുടച്ച വൃത്തിയാവും, കുഴപ്പമില്ല. ഇതോ ഇതിപ്പോ നമ്മളിവിടെ അടുക്കളയിൽ പണിയെടുത്തതാണ്, അതുകൊണ്ടാണത്. പിന്നെ കലത്തപ്പുണ്ടാക്കി നാളേക്ക് ഞാൻ അടിപൊളിയായി തരും കേട്ടോ. നിങ്ങളോ? അടുപ്പ് കണ്ട സെറ്റായി തരും. അപ്പൊ അതാണ് നമ്മളെ കലർത്തപ്പം. പിന്നെന്താ അതിന്റെ പേര്? കലത്തപ്പം. എന്നാ ഞാൻ കട്ട് ചെയ്യേ വേവട്ടെ, ആ ഭാഗം വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിക്കാം. അമ്മ പെണ്ണ വിളിച്ചേ? ഓ, കലത്തപ്പം റെഡി കേട്ടോ. ചട്ടി ഓ പാത്രത്തിൽ കൊള്ളൂലേ? കലത്തപ്പം ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂലേ? അപ്പു കത്തി വെച്ചിട്ട് പോയതാ, അടന്നിട്ടില്ലേ? അടന്നിട്ട് പക്ഷെ ആ ചട്ടിയിലായിട്ടാണത്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല് നമ്മളൊരു ഈ വീഡിയോ തുടങ്ങിയിട്ട് അപ്പം ചുരുട്ട് ആദ്യമായിട്ടാണ് ഇത്ര ക്ലിയർ ആയി കിട്ടുന്നത്. അല്ലൊക്കെ ഞങ്ങൾ അതാണ് ചെറിയ കത്തല്ല, അത് കുറച്ചുകൂടി കുറഞ്ഞ കത്തിച്ചാൽ മതി. ഇതൊക്കെ ഉണ്ടാക്കി
മുറിക്കല്ലേ എന്നാ അത് അമ്മേനെ മുറിച്ചോളി. ഹാപ്പി ബർത്ത്ഡേ. അമ്മ ജയിച്ചതിന് നമ്മള് കലത്തപ്പം മുറിക്കാണ്. അമ്മ ആട്ടിത്തല്ലോ അമ്മൂന് കലത്തപ്പൊന്നും മതിയില്ല. അമ്മ നമുക്ക് എന്താ വെച്ചാൽ കൊണ്ടുകൊടുക്കാം. അമ്മൂന് കേക്കോ കുറച്ച് അമർത്തിക്കോളി. ഒരു വരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കേക്ക് അല്ല നമ്മക്ക് കേക്ക് മുറിക്കാൻ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കും ഞാൻ. നല്ല ചൂടുണ്ട്. അടച്ചു അങ്ങോട്ടുണ്ടോ അല്ലേ അങ്ങനെ പോയി. ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളെ വക കലത്തപ്പം. അപ്പൊ അതുകൊണ്ട് മുറിച്ചെടുക്കാറ്. ചൂടാഞ്ഞത് ചൂടുണ്ടേ. അമ്മ ചേച്ചിക്ക് കേക്ക് കൊണ്ടുവന്ന് മുറിക്കാം. എന്ത് മുറിക്കും ഞമ്മ? അമ്മ ഇങ്ങോട്ട് വന്നിട്ട് പറയണം അമ്മോനോട്. ഇങ്ങോട്ട് വരാൻ കേട്ടോ. എന്താ മതി. ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് മുറിക്കുക? നല്ല നേക്കിലൊരു എന്താ പറയാ, നമ്മള് ചട്ടിപ്പത്തിരൊക്കെ മുറിക്കണ പോലെയാണ് മുറിക്കുക. ആദ്യമൊക്കെ കാലത്തപ്പം ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ടേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വീഡിയോയിലൊക്കെ ഉണ്ടാവും. ഇത്ര പോകുന്നവരെ കഷ്ണം. ഈ പീസ് അവിടെ നിന്നോട്ടെ. അത് അപ്പൂസ് വന്നിട്ട് ഓന് മുറിക്കാൻ കൊടുക്കാം. അതിൽ കച്ചറയാവും. രസം നോക്കണ്ടേ? ചൂടാണ് ചൂടാണ്. രസമുണ്ടോ? മധുരം ഉണ്ട്. മധുരം കുറച്ചിട്ട് രസമുണ്ട്. നെയ്യാകുന്നു. ചൂടാകുമ്പോഴേക്കിന് ചായ ഉണ്ടാക്കട്ടോ. ഈ കട്ടൻ ചായ വേണം. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നല്ലോണുണ്ട്. ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് പണി. നമ്മളെ മണലില് മറ്റിലൊക്കെ ആകെ ചമ്മല വീണിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി അടിച്ചു വരാണ്ട്. അപ്പൊ നമ്മള് കലത്തപ്പം ചായ കുടിക്കട്ടെ. ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.